ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച അച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളുടെ ഭദ്രാസനത്തിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പെസഹ നമ്മൾ ആചരിക്കുകയാണ്. പ്രാർത്ഥനയോടും ഹൃദയ തുറവയോടും കൂടിയാണ് ഇന്ന് ഇതിൽ പങ്കെടുക്കാനായിട്ട് വിശ്വാസികളുടെ വലിയൊരു ഗണം ഇവിടെ സന്നിഹിതമായിരിക്കുന്നത്. നമ്മളുടെ സഭാ പാരമ്പര്യമനുസരിച്ച് ഈശോയുടെ ജെറൂസലം പ്രവേശനം, തിരുവത്താഴം, കുർബാന സ്ഥാപനം, പൗരോഹിത്യ സ്ഥാപിക്കൽ, കാലുകഴുകൽ, ശ്ലീബാമരണം, കബറടക്കം, ഉത്ഥാനം എന്നിവയെല്ലാം സവിശേഷമായ രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആഴ്ചയാണ് കഷ്ടാനുഭവ ആഴ്ച അല്ലെങ്കിൽ പീഡാനുഭവ ആഴ്ച എന്ന് പറയുന്നത്. ഇതിൽ ഈശോയുടെ മരണവും ഖബറടക്കവും ഉത്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാകയാൽ പാസ്കൽ ത്രിദൂവും പെസഹ ത്രിദിനങ്ങൾ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു. പെസഹായുടെ ദിനങ്ങൾ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രാർത്ഥനയുടെ അവസരമാണ്. സഭയുടെ പിതാക്കന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്, പെസഹ കഷ്ടാനുഭവ വാര പ്രാർത്ഥനകൾ സഭയുടെ പ്രതിരോധ വകുപ്പാണ് എന്ന്. ഒരു രാജ്യത്തിനു വേണ്ടി പ്രതിരോധ വകുപ്പ് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ദിവ്യരഹസ്യങ്ങളും പ്രാർത്ഥനകളും വചന വായനകളും വഴി നമ്മെ തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മളുടെ തനിമ, ഈ സഭയുടെ തനിമ എന്താണെന്ന് പ്രത്യേകമായ രീതിയിൽ ലോകത്തോട് വിളിച്ചോതുന്ന തിരുക്രമങ്ങളാണ് ഈ കഷ്ടാനുഭവവാര ആഴ്ചയിൽ. നമ്മെ തന്നെ ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധം നടത്തി വിശ്വാസം സംരക്ഷിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കണമെന്നാണല്ലോ അതിൻ്റെ സൂചന. ഈ ദിവസത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ മോണ്ടി ടെസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അത് കർത്താവ് കൊടുത്ത ആ കൽപ്പനയോട് ചേർത്ത് പറയുന്ന വാക്കാണ് മന്ദാത്തും നോവും. പുതിയ ഒരു കൽപ്പന, മന്ദാത്തും നോവും, പുതുപുത്തൻ കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരുന്നു. അതിൽ നിന്നാണ് ഈ ദിവസത്തെ മോണ്ടി ടെസ്റ്റ്, ഈ കൽപ്പന നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യാഴാഴ്ച എന്ന അർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. ദൈവശാസ്ത്രത്തിൽ ഒരു ചോദ്യമുണ്ട്, ആരാണ് വിശുദ്ധ കുർബാനയിൽ? കാറ്റഗിസം ക്ലാസ്സിലെയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും പറയും ഈശോയാണ്. ആര് വഴിയാണ് ഈ അപ്പം കുർബാന അല്ലെങ്കിൽ ഈശോയായി മാറിയത്? അതിനുത്തരം എല്ലാവരും പറയും പരിശുദ്ധ റൂഹ വഴിയാണ്. ഈശോയും പരിശുദ്ധ റൂഹായും കൂടിയാൽ എന്താണ്? അതാണ് പരിശുദ്ധ ത്രിത്വം. ഈ ചെറിയ ചോദ്യങ്ങളും അതിന് ലഭിക്കുന്ന വലിയ ഉത്തരങ്ങളുമാണ് നമ്മളുടെ സഭയുടെ ഏറ്റവും വിശിഷ്ടമായ വിശ്വാസ സംഹിത എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനെ തിരിച്ചറിയേണ്ട പൈതൃകങ്ങൾ ഉറഞ്ഞുകൂടി കിടക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടതും ഇനി കേൾക്കാനിരിക്കുന്നതും. നമുക്കറിയാവുന്നതുപോലെ പഴയ നിയമത്തിൻ്റെ ആത്മീയത രണ്ട് വ്യക്തികളുടേതാണ്. മോശയും സഹോദരൻ
സഹോദരനായ അഹറോനും അവരുടെ ജീവിതത്തിൻ്റെ പ്രസംഗങ്ങളുടെ മാതൃകകളുടെ ആകത്തുകയാണ് ഓൾഡ് ടെസ്റ്റമെന്റ് സ്പിരിച്വാലിറ്റി. പുതിയ നിയമത്തെക്കുറിച്ച് പറയാറുണ്ട്, ഒരു അച്ഛൻ്റെ മകൻ്റെതും, സക്കറിയായുടെ മകനായിരുന്നല്ലോ യോഹന്നാൻ മംദാന, ഒരു തച്ചൻ്റെ മകൻ്റെയും യോസേപ്പിൻ്റെ മകനായ ഈശോയുടെയും ആത്മീയതയാണ് പുതിയ നിയമം. ഒരു അച്ഛൻ്റെ മകൻ്റെയും ഒരു തച്ചൻ്റെ മകൻ്റെയും ആത്മീയതയാണ് ഈ വലിയ ആരാധന ക്രമം ഇതുപോലെ കാത്തു സൂക്ഷിക്കുവാനും അത് വലിയ ക്ലേശകരമായ ജോലികളിലൂടെ നമ്മുടെ മാതൃഭാഷയിൽ വിവർത്തനം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നത്. മരുഭൂമിയിൽ വഴി ഒരുക്കിയവനായിരുന്നു മംദാന. എന്നാൽ ജീവിതം സൂക്ഷിച്ചു വെച്ച് വാഴ്ത്തി നുറുക്കി വിളമ്പി കൊടുത്തവനെയാണ് ഈശോ എന്ന് നമ്മൾ വിളിക്കുന്നത്. കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ ഇന്ന് നമ്മൾ കേട്ടല്ലോ, കർത്താവ് ചെയ്ത കർമ്മത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനവും ഏറ്റവും ആധികാരികവുമായ കാര്യമാണ് പൗലോസ്ലീഹ ഇന്ന് ഈ പെസഹ വ്യാഴാഴ്ച കുർബാന സ്ഥാപനത്തിൻ്റെ ഈ ദിവസം നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ ഈ തിരുകർമ്മത്തിൽ 3-4 വലിയ കാര്യങ്ങൾ ഒന്നിച്ച് ചേർക്കുകയാണല്ലോ. പഴയ നിയമ പെസഹ, പുതിയ നിയമ പെസഹ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപിക്കൽ, പരിശുദ്ധ പൗരോഹിത്യം, അതുപോലെ തന്നെ മറ്റ് ഉദാശകളിലേക്കുള്ള സൂചനകൾ ഇന്നത്തെ വായനകളിൽ നിന്ന് എല്ലാം ഉള്ളത്. അങ്ങനെ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സഭയാക്കി തീർക്കുന്ന ആ യാഥാർത്ഥ്യത്തിൻ്റെ തിരുനാളാണ്, പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്, പൗരോഹിത്യത്തിൻ്റെ ആ ഒരു വലിയ സ്മരണ നിലനിർത്തുന്ന ദിനമാണ് പെസഹ വ്യാഴാഴ്ച. ഇന്ന് നമ്മൾ തിരുക്കർമ്മങ്ങളിലേക്ക്, വായനയിലേക്കും നാളത്തെ കാര്യത്തിലേക്കുമെല്ലാം കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വിശുദ്ധ കുർബാനയുടെ കോണ്ടെക്സ്റ്റിലാണ് പിശാച് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. യൂദാസ് ഒരു ട്രൈറ്ററായിട്ട്, ചതിയനായിട്ട് മാറുന്നത് പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിലാണ്. വലിയ വഴക്കുകളെല്ലാം ലോകത്തിലുണ്ടായിട്ടുള്ളത് അങ്ങനെയാണല്ലോ. ഏറ്റവും ആദ്യത്തെ കൊലപാതകം ഒരു ബലിയർപ്പണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആബേലും ഖായേനും. ഖായേന് ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ആ ബലിയുടെ പശ്ചാത്തലത്തിൽ ആണ് ആദ്യമായിട്ട് കൊല ഈ ലോകത്ത് സംജാതമാകുന്നത്. ഇവിടെ പെസഹ വ്യാഴാഴ്ചത്തെ യൂക്കറിസ്റ്റിക് സെറ്റിംഗ്, കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി തന്നെ മുറിച്ച് കൊടുക്കുന്ന ആ ഒരു ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ ഓർക്കുമ്പോൾ അതിനുള്ളിൽ നടക്കുന്ന പൈശാചികമായ ഒരു പ്രയാസത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് ഈശോ തുറന്ന് ആ ചെറിയ സമൂഹത്തോട് പറയുകയാണ്. ഈ പൈശാചികമായിട്ടുള്ള ചിന്ത യൂദാസിനെ കുറിച്ചാണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പും ഒരു വാഴ്ത്തലിൻ്റെ അഭിഷേകത്തിൻ്റെ സമയത്ത് യൂദാസ് ഇടപെട്ടിട്ടുണ്ട്. ശിമോന്റെ വീട്ടിൽ ഈശോ വിരുന്നിനിരിക്കുമ്പോൾ പവനിയായ ഒരു സ്ത്രീ ഈശോയുടെ ശിരസിലും പാദത്തിലും പരിമള തൈലം പകർന്നപ്പോൾ അവിടെയും ഒരു യൂക്കറിസ്റ്റിക് കോണ്ടെക്സ്റ്റാണ്. ആ കോണ്ടെക്സ്റ്റിലാണ്
യുവദാസ് അന്ന് ഇത് വില കൂടിപ്പോയി, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാമായിരുന്നു, പാവപ്പെട്ടവരുടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ശ്രദ്ധ എവിടേക്ക് തിരിയണം എന്നെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം, യൂക്കരിസ്റ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ടെർമിനസ്. എല്ലാത്തിൻ്റെയും അന്ത്യം പരിശുദ്ധ കുർബാനയാണ്. ഈശോയുടെ കടന്നുപോകലിൻ്റെ കോണ്ടക്സ്റ്റിലാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. യുദാസ് ഈ കാര്യം പൂർണ്ണമായിട്ട് ഒരുപക്ഷെ മനസ്സിലാക്കി കാണുകയില്ല. എങ്കിലും സാത്താൻ്റെ എൻഡ് ഗെയിം, അവസാനത്തെ തന്ത്രമായിരുന്നു പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടാതിരിക്കുക എന്നത്. കുർബാന സ്ഥാപിച്ചാൽ പിശാചുക്കൾ കീഴടക്കുമെന്നും ലോകാവസാനം വരെ ദൈവാരാധന ഉണ്ടായിരിക്കുമെന്നും സഭയോടൊത്ത് ഈ പ്രപഞ്ചം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കും എന്നുമെല്ലാം ഇവർക്കൊരു പരിധിവരെ അറിയാം. കുർബാന സ്ഥാപിച്ചാൽ എല്ലാം താറുമാറാകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ പൈശാചികമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നതും തർക്കവിഷയമാകുന്നതും. സെയിന്റ് ബെർണാഡ് പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും പിശാചുക്കൾ വാസമുറപ്പിക്കും. അവിടെ ആളുകൾ വരാതിരിക്കാൻ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് തെറ്റായിട്ട് പഠിപ്പിക്കാൻ, കുർബാനയുടെ മുമ്പിൽ ആരും ഉണ്ടാകാതിരിക്കാൻ, അങ്ങനെ എപ്പോഴും നമുക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഈ തിരുവെഴുത്തുകൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മോട് മനസ്സിലാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മൾ താഴെ സമയത്ത് കാണുന്ന മറ്റൊരു സുവിശേഷത, ഒരുപക്ഷെ നമുക്ക് സുവിശേഷത്തിൽ ആദ്യം കേട്ട ആ ഭാഗം നമുക്ക് വിസ്മയം തോന്നും. ശിഷ്യന്മാരെ ചോദിച്ചല്ലോ, എവിടെയാണ് ഈ പെസഹ നമ്മൾ ആചരിക്കേണ്ടത്? അപ്പൊ കർത്താവ് കൊടുക്കുന്ന ഉത്തരം, നിങ്ങൾ പട്ടണത്തിലേക്ക് പോയാൽ മതി, അപ്പോൾ വെള്ളം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ നിങ്ങൾക്കെതിരെ വരും, അവൻ പോകുന്നിടത്തേക്ക് പോയാൽ മതി, വലിയൊരു മാളികയുടെ മുകളിലേക്കായിരിക്കും അവൻ പോകുന്നത്, അവിടെ ചെന്ന് നിങ്ങൾക്ക് ആ സ്ഥലം നിശ്ചയമായും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു വളരെ നാടകീയമായ ഒരു കാര്യമാണ്. എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത ഉത്തരം, പട്ടണത്തിൽ ചെന്ന്. സാധാരണ അന്നത്തെ കാലത്ത്, ഇന്നും ഞാൻ കരുതുന്നില്ല ചേട്ടന്മാർ വെള്ളം കോരാൻ വേണ്ടി പോകുന്ന പതിവ് അത്ര സാധാരണമല്ല. അസാധാരണമായൊരു കാഴ്ചയാണ് ശിഷ്യന്മാർ കണ്ടത്. അത് മർക്കോസിന്റെ വീടാണ് എന്നൊക്കെ ആദിമസഭയുടെ പാരമ്പര്യം പറയുന്നുണ്ട്. സഭയുടെ പിതാക്കന്മാര് അതിനെക്കുറിച്ച് പറയുന്നത്, ആ വെള്ളം വീഞ്ഞിനോട് കലർത്തപ്പെടേണ്ടതാണ്, ഒപ്പം അതിൽ മാമോദീസായുടെ വാഷിംഗ് എന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ ചിന്ത കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അവിടെ മാമോദീസായിലേക്കുള്ള സൂചന കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നീട് സഭ ആ കുദാശ വലിയ ക്രമമായിട്ട് സ്വീകരിച്ചപ്പോൾ ഈ തിരുവചന ഭാഗവും അടിത്തറയായിട്ട് കണ്ടിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ ഇരുത്തി അവിടുന്ന് മേലങ്കി മാറ്റി അവരുടെ പാദങ്ങൾ കഴുകാനായിട്ട് തുടങ്ങുകയാണ്. മേലങ്കി മാറ്റുന്നത് ദൈവശാസ്ത്രപരമായ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് തന്റെ ദൈവത്വം അല്പസമയത്തേക്കൊന്ന് മാറ്റിവെക്കുകയാണ്. ഈശോ മനുഷ്യനായതാണ് ഏറ്റവും വലിയ ദാസന്റെ പ്രവൃത്തി എന്ന് പിതാക്കന്മാർ പറയാറുണ്ട്. ദൈവം മനുഷ്യനായി. നമ്മൾ പറയുമല്ലോ, കാല് കഴുകരുത്, അത് ജോലിക്കാരുടെ, കൂലിക്കാരുടെ, ദാസന്മാരുടെ ജോലിയാണ്.
ദൈവമാണോ കാലു കഴുകുന്നത്? അതിനേക്കാൾ വലിയ ശുശ്രൂഷയാണ് ഈശോ മനുഷ്യനായപ്പോൾ നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന നെസ്റ്റോറിയസിന്റെ കുർബാനക്രമത്തിൽ മനുഷ്യത്വം സ്വീകരിച്ചു, മനുഷ്യത്വം ഉടുത്തു, മനുഷ്യത്വം ധരിച്ചു എന്നെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ദൈവികത പരിഗണിക്കേണ്ട കാര്യമായി കരുതാതെ ദൈവമല്ലാതായി എന്ന അർത്ഥത്തിലല്ല, മനുഷ്യനായി എന്ന അർത്ഥത്തിലാണ്. ബർനാശ മനുഷ്യപുത്രൻ, ഒരു മനുഷ്യപുത്രൻ ആയപ്പോൾ അവിടുന്ന് മനുഷ്യത്വം എടുത്ത് ഉടുത്തു, ധരിച്ചു. അങ്ങനെ പൂർണ്ണ മനുഷ്യനായി. ദൈവികത അല്പം മറഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. ഇതായിരുന്നു ഈശോയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ദാസന്റെ ശുശ്രൂഷാഭാവം എന്ന് ആത്മീയ ഗ്രന്ഥകാരന്മാർ പറയാറുണ്ട്. പിന്നീട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കാണുന്ന കാലു കഴുകല്, പാദം കഴുകി കർത്താവ് തൻ്റെ ദൈവീകത എന്താണെന്നും ആ കഴുകലിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച മാമോദീസായുടെ ഒരു ചിന്തയുമുണ്ട്. പാദം കഴുകി തുടയ്ക്കുകയാണ്. വാഷിംഗ് ആണല്ലോ മാമോദീസായും. മാമോദീസായും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള അടുപ്പം ഈ കഴുകലിലുണ്ട്. നമ്മളിപ്പോൾ അതാണല്ലോ മാമോദീസായും പരിശുദ്ധ കുർബാനയും ഒന്നിച്ച് പരികർമ്മം ചെയ്ത് കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ഒക്കെ കൊടുക്കുന്നതിൻ്റെ കാരണവും അതാണ്. അതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന ഈ പ്രവൃത്തി ഏറ്റവും അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു മാതൃക, ഹിപ്പോദീഗ്മ എന്ന് സുവിശേഷകൻ ഉപയോഗിക്കുന്ന വാക്ക്, ഹിപ്പോദീഗ്മ, ഒരു മാതൃക. ആ മാതൃക കർത്താവ് പറഞ്ഞു, നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എൻ്റെ മാതൃക നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. എൻ്റെ മാതൃക നിങ്ങൾ അൾത്താരയിൽ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ അതെപ്പോഴും മാതൃകയായിട്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ടുകൂടെ നിങ്ങൾ കരുതണം. കാല് കഴുകാനായിട്ട് കർത്താവ് പത്രോസിന്റെ പക്കലേക്ക് വരുന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. പീലാത്തോസ് സ്വന്തം കൈ കഴുകി മാനം സംരക്ഷിച്ചവനാണ്. എന്നാൽ ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി സ്വയം മുറിച്ച് നൽകുന്നവരാണ്. പൗരോഹിത്യത്തിന്റെ ആത്യന്തികമായ അർത്ഥം എന്താണെന്നാണ് ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകാൻ പാടില്ല, ഇത് ദാസന്മാര് ചെയ്യേണ്ട പണിയാണ്. പത്രോസിന് സംശയമുണ്ടായിരുന്നു, ഞങ്ങള് ശിഷ്യന്മാർ ഇത് ചെയ്യാത്തത് കൊണ്ടാണോ കർത്താവ് ഇതിനു വേണ്ടി തുനിഞ്ഞത് എന്ന്. ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് വളരെ ശക്തമായിട്ട് പത്രോസ് പറയുന്നുണ്ട്. നീ മാസ്റ്ററാണ്, നീ ഗുരുവാണ്, ഞാനത് സമ്മതിക്കുകയില്ല. സിറിലോണ എന്ന ആത്മീയ ഗ്രന്ഥകാരൻ പറയുന്നു ഈ സംഭവത്തെക്കുറിച്ച്, എൻ്റെ കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകി എന്ന വാർത്ത ഈ നാട്ടിൽ ആരെങ്കിലും കേട്ടാൽ എനിക്ക് ജീവിച്ചിരിക്കാൻ നിവൃത്തിയില്ല. ദയവായി എന്നെ വിട്ടുപോകണം. ശരിയാണോ? ശിഷ്യന്മാരുടെ ആരുടെയും ഒരു ചിന്ത അത് തന്നെ ആയിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ യു ഹാവ് നോ പാർട്ട് ഓഫ് മീ. എൻ്റെ ഒരു കാര്യത്തിലും നിനക്ക് പങ്കില്ല. യു ഹാവ് നോ പാർട്ട് ഓഫ് മീ. കഴുകാതെ വേണം വിടാം, പക്ഷെ നീ എൻ്റേതായിരിക്കുകയില്ല. നീ അർപ്പിക്കുന്ന കുർബാന എൻ്റേതായിരിക്കുകയില്ല. നീ മോചിക്കുന്ന പാപങ്ങൾ ഒരിക്കലും മോചിക്കപ്പെടുകയില്ല.
അപ്പൊ പത്രോസ് വിവശനായിട്ട്, പത്രോസിന് ഒരിക്കലും മോഡറേഷൻ ഇല്ലല്ലോ, വളരെ മര്യാദയ്ക്ക് വർത്തമാനം പറയുന്ന ആളല്ലല്ലോ. അത് കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയും കൂടെ ഒന്ന് കഴുകിയത്, എനിക്ക് പാർട്ട് നിന്നിൽ കിട്ടാനായിട്ടുള്ള ഏറ്റവും സമ്പൂർണമായ രീതിയിൽ നീ എന്നെ കാണണം, എൻ്റെ കരങ്ങളും ശിരസ്സും കൂടെ നീ കഴുകുക. കർത്താവിൽ ഭാഗഭാഗിത്വം കിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കാര്യമാണല്ലോ. കഴുകപ്പെടാത്ത കാലുകള് പാടില്ല, ഒരുക്കമില്ലാത്ത ബലിയർപ്പണം പാടില്ല, പാപത്തോടു കൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും പാടില്ല. കാലുകളിൽ എപ്പോഴും പൊടിപടലങ്ങളുണ്ട്, ചെറിയ പാപങ്ങൾ എപ്പോഴും മനുഷ്യരോട് ചേർന്നുണ്ട്. കഴുകപ്പെടാതെ നീ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്. പാദങ്ങൾ കഴുകാൻ ഒരുങ്ങുന്ന കർത്താവിൽ പുതിയ പെസഹ ആരംഭിക്കുക. പാദങ്ങൾ കഴുകുന്ന കർത്താവ്, അതിനുവേണ്ടി ശിഷ്യന്മാരിലേക്ക് കുനിയുന്ന കർത്താവിൽ പുതിയ പെസഹ ആരംഭിക്കുക. ആ പുതിയ പെസഹ ആണ് ഇന്നും നമ്മൾ ഇവിടെ ഈ അൾത്താരയിൽ പരികർമ്മം ചെയ്യുന്നത്. കർത്താവ് ആ ഒരു വലിയ കാര്യത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ പലപ്പോഴും എല്ലാ ദേവാലയത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ. അന്ത്യത്താഴത്തിൻ്റെ ചിത്രങ്ങൾ ലിയോണാർഡോ ദാവിഞ്ചി വരച്ച അതിമനോഹരമായ, ഏറ്റവും തിയോളജിക്കലായിട്ടുള്ള, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ചിത്രമാണത്. നിങ്ങൾ ആ ചിത്രത്തിൻ്റെ അടുത്തു നിന്ന് നോക്കുമ്പോൾ അറിയാം, അവർ 12 പേരും കിടന്ന് വ്യാകുലപ്പെടുകയാണ്. അവരുടെ മുഖം, അവരുടെ കരങ്ങള്, അവരുടെ ചുണ്ടുകള് എല്ലാം വലിയ തത്രപ്പാടുകൾ കാണിക്കുകയാണ്. എപ്പോഴായിരിക്കണം ഈ ഡാവിഞ്ചി ആ പടം പെയിന്റ് ചെയ്തത്? എന്ത് കാര്യം മനസ്സിൽ കണ്ടിട്ടാണ് എന്നുള്ള ചോദ്യത്തിന് പണ്ഡിതന്മാര് പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ എല്ലാവർക്കും വലിയ പ്രയാസമായി. ഇത് നേരത്തെ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് വന്ന ഒരു കാര്യമല്ലല്ലോ. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കേട്ടു, അപ്പോൾ യൂദാസിന്റെ മനസ്സിൽ പിശാച് തോന്നിച്ചു. യൂദാസ് കർത്താവിന്റെ കൂട്ടത്തിൽ കൂടിയ ആ നാൾ മുതലൊന്നും ഈ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. യൂദാസ് മിടുമിടുക്കനായിരുന്നു, ഹൗസ് പ്രൊക്രേറ്ററായിരുന്നു. എല്ലാ കാര്യങ്ങളും അയാളെ കൊണ്ടാണ് ചെയ്യിച്ചത്. പണം മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. മറ്റു ശിഷ്യന്മാരൊക്കെ വലിയ മതിപ്പായിരുന്നു. നല്ല കാര്യക്ഷമതയുള്ള ആളാണ്. കർത്താവ് നേരത്തെ ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഈശോയ്ക്ക് ആ സമയത്ത് അറിയാമായിരുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പൊ എല്ലാവരും ചോദിച്ചു, ദൈവമേ ആരാണ്? ഞാനാണോ? എന്നെ കുറിച്ചാണോ പറയുന്നത്? സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു ഇംപ്രഷൻ, അത് ഈ യൂദാസിനെ കുറിച്ചാണെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും കഴിവും സാമർഥ്യവും പണം നൽകി എല്ലാം സംഘടിപ്പിച്ച് ക്രമീകരിച്ച് നല്ലതുപോലെ കൊണ്ടു നടന്നിരുന്ന ആ മനുഷ്യനാണെന്ന് ആരും ധരിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും വലിയ വിഭ്രാന്തി പോലെ വരുന്നത്. അപ്പോഴാണ് യൂദാസിലും ഈ ചിന്ത വരുന്നത്, ഈശോയെ വെട്ടിക്കൊടുക്കണം. വളരെ ദുർബലമായ ചില നിമിഷങ്ങളിലാണല്ലോ നമ്മളും പാപത്തിലേക്ക് പോകുന്നത്. മോശമായ വിചാരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അനാദി മുതൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊന്നുമല്ല. ചില ബലഹീനമായ നിമിഷങ്ങളിൽ അത് സംഭവിക്കുകയാണ്. പെസഹ നമ്മുടെ കർത്താവ് പഴയ നിയമത്തിലുള്ളത് പൂർത്തീകരിച്ചു. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ഈജിപ്ത് വിട്ട് വാഗ്ദാന നാട്ടിലേക്ക് പോകാൻ ഏറ്റവും അവസാനത്തെ തിടുക്കുള്ള ആ ദിവസത്തിൽ അവര് ഭക്ഷിച്ച ആ ഭക്ഷണമാണ്
പഴയ നിയമ പെസഹ വളരെ തുടക്കത്തിൽ നിന്നുകൊണ്ട് പുളിക്കാത്ത അപ്പവുമായിട്ട് കിട്ടിയതാകട്ടെ, ഇത് ഓർമ്മയായിട്ടിരിക്കട്ടെ, കിട്ടിയ കയ്പ് ചുരിയെല്ലാം വലിച്ചു പറിച്ചു, അങ്ങനെ കഴിച്ചതാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് കർത്താവ് മലയ്ക്ക് ശിഷ്യന്മാരുടെ കൂട്ടത്തിലിരുന്ന് ചെയ്യുന്നത്. പുതിയ നിയമത്തിലെ പുതിയ പെസഹ ആട്ടിൻകുട്ടിയെ അല്ല കർത്താവ് ബലിയർപ്പിച്ചത്, സ്വയം ബലിയായി. പെസഹ എന്ന ഈശോയെ ആദ്യം വിളിച്ചത് പൗലോസാണ്. 1 കൊരിന്ത്യർ 5:7 പെസഹ കുഞ്ഞാടായ ഈശോ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ആദ്യമായിട്ട് പഴയതിൻ്റെ സ്ഥാനത്ത് കുഞ്ഞാടിനെ വലിച്ചെറിഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാട് സ്വയം ബലിയർപ്പിച്ചപ്പോൾ അത് പെസഹ ആയി മാറി. പത്രോസും പറയുന്നുണ്ട് ലേഖനത്തിൽ, മിശിഹായ്ക്ക് കറയറ്റ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ്സിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു ചെറിയ പ്രാർത്ഥനയൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. പീഡാസഹനത്തിനും മരണത്തിനുമുള്ള സമയം ആസന്നമായപ്പോൾ ലോകത്തിൻ്റെ ജീവന് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ശിഷ്യന്മാരോടൊത്ത് മോശയുടെ നിയമപ്രകാരം പെസഹ ആചരിച്ച വേളയിൽ ഈശോ തൻ്റെ പെസഹ സ്ഥാപിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ മിശിഹ ഞങ്ങളെ ഭരമേൽപ്പിച്ച പ്രകാരം അവ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നതുവരെ അവൻ്റെ ഓർമ്മയ്ക്കായി ഈ പെസഹ നമ്മൾ അനുഷ്ഠിക്കുന്നു. 3 ചെറിയ വാക്യങ്ങളിൽ നെസ്റ്റോറിയസ് ഈ പെസഹായുടെയും ഈ കുർബാനയുടെയും എല്ലാം ആത്യന്തികമായ അർത്ഥമെന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. ഇസ്രായേൽ ജനത്തിൽ അവരുടെ അന്ത്യത്താഴത്തിൽ ആരംഭിച്ച പെസഹ ഈശോ ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്ന ആ ഒരു വലിയ കാര്യത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ അനിതര സാധാരണമായ പെസഹായായിട്ട് അത് മാറുകയാണ്. നമുക്ക് വാക്കുകളിൽ അത് പറഞ്ഞ് ഒതുക്കാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം അത് പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ പൗരോഹിത്യത്തോടും പരിശുദ്ധ മാമോദീസായോടും എല്ലാം ചേർന്ന് ഇണങ്ങി കിടക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ഈ കാലുകഴുകല് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ കൊണ്ടുവരുമ്പോൾ അത് മറ്റ് സുവിശേഷകന്മാര് ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ്സ് കൊടുക്കുന്നതിന് പകരമായിട്ടാണ്. ഇത് രണ്ടും ഒന്നാണ്. ദൈവം കാല് കഴുകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ബലിയർപ്പണം. യോഹന്നാന് മറ്റ് സുവിശേഷങ്ങൾ പരിചയമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് അന്ത്യത്താഴത്ത് ഈശോ പറഞ്ഞ രണ്ടാമത്തെ കാര്യങ്ങൾക്ക് മറ്റ് സുവിശേഷകന്മാർ മുൻഗണന കൊടുത്തപ്പോൾ യോഹന്നാൻ ഊന്നിപ്പറഞ്ഞത് കാല് കഴുകലാണ്. കാല് കഴുകുന്ന കർത്താവ് നമുക്കെന്നും പരിശുദ്ധ കുർബാനയുടെ ആഴമായ കാര്യമാണ് നൽകുന്നത്. കാല് കഴുകലിൽ എല്ലാ രഹസ്യങ്ങളും ഒന്ന് ചേർന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു കാര്യം ഈ കഴുകലാണ്, ഈ വിനയമാണ്, ഈ എളിമയില്ലായ്മയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങൾ പോകണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞാടുകളുടെ ഇടയിൽ ചെന്നായ്ക്കളെ പോലെയാണോ പെരുമാറുന്നത് എന്ന്. നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണല്ലോ. കാല് കഴുകിയ കർത്താവിൻ്റെ ശുശ്രൂഷകര്, അതിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്നവര്, ആ രഹസ്യത്തിൻ്റെ ആ
ആത്യന്തികമായിട്ടുള്ള അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഈശോ മനുഷ്യനായതുപോലെയാണ്. ഈശോ സ്വയം മുറിച്ച് കൊടുത്തതുപോലെയാണ്. കർത്താവിനെ നമ്മൾ ഡോമിനോസ് എന്ന് വിളിക്കുമെങ്കിലും ഡോമിനോസ് ഡോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. കർത്താവ് ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചില്ല. പൗലോസ് പറയുന്നുണ്ടോ 2 കൊരിന്തോസ് 1:24, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം പുലർത്തുന്നില്ല. നിങ്ങൾ വിശ്വാസ സ്ഥിരതയുള്ളവരായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ ആരും കയറി ഭരിക്കാൻ വരുന്നവരല്ല, ഡോമിനേറ്റ് ചെയ്യാൻ വരുന്നവരല്ല, ആധിപത്യം സ്ഥാപിക്കാൻ വരുന്നവരല്ല. ആധിപത്യം പുലർത്തുന്നവരാകരുത് എന്ന് പത്രോസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാതൃകയാണ് നൽകേണ്ടത്, കാല് കഴുകുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ. പക്ഷേ വേദപുസ്തകം നമുക്ക് നൽകുന്ന, നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാല് കഴുകാനായിട്ട് ഈശോയും സമ്മതിച്ചിട്ടുണ്ട്. വിരുന്നിന് പോയിരുന്നപ്പോൾ പാപിനി വന്നപ്പോൾ ശിരസ്സും കാലും കഴുകാനായിട്ട് കർത്താവ് സമ്മതിച്ചു. അവിടെ ദൈവികമായിട്ടുള്ള ശുശ്രൂഷ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ശുശ്രൂഷകൾ മാത്രമായിട്ട് ദൈവശാസ്ത്രത്തെ വില കുറച്ച് കാണിക്കുന്ന പല ആഭിമുഖ്യങ്ങളുമുണ്ട്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറയുണ്ടായല്ലോ, തിയോളജി ഷുഡ് നോട്ട് ബി റെഡ്യൂസ്ഡ് ടു സോഷ്യോളജി. സോഷ്യൽ സർവീസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്ന് തെറ്റിദ്ധരിക്കരുത്. തിയോളജി ഈസ് തിയോളജി. അത് ദൈവത്തെക്കുറിച്ചാണ്, ത്രിത്വത്തെക്കുറിച്ചാണ്, ഈശോയെക്കുറിച്ചാണ്, പരിശുദ്ധ റൂഹായെക്കുറിച്ചാണ്, ഉദാശകളെ കുറിച്ചാണ്. സോഷ്യൽ സർവീസ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈശോ കാല് കഴുകാൻ അനുവദിച്ചത് നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കണം എന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ വലിയ ഭാഗമാണ് മനുഷ്യരെ ശുശ്രൂഷിക്കുന്നത്. നമ്മുടെ ഹോംബാലായും പല കാരിത്താസും എല്ലാം അങ്ങനെ എത്രയോ കാര്യങ്ങൾ, ഈ ഭദ്രാസന ദേവാലയം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അടിസ്ഥാനപരമായ കാര്യം പരിശുദ്ധ കുർബാനയാണ്. ദിയക്കോണിയ പ്നൗമാറ്റിക്കോസ്, സഭയെ നിർമ്മിക്കുന്ന കാര്യം മറന്നു പോകരുത്. നടപടി പുസ്തകത്തിൽ പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതാണ് ഈ പറഞ്ഞത്. പള്ളിയിൽ പോകാതെ രാവിലെ റബ്ബർ വെട്ടിക്കളയാണ്, അത് ശരിയല്ല. പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ വരാണ്ട് രാവിലെ ഇരുന്ന് കാപ്പി തയ്യാറാക്കാം, അത് ശരിയല്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. എപ്പോഴാണ്? ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ചുകൊണ്ട്. നമ്മളും പലപ്പോഴും ഉപേക്ഷിച്ച് കളയുന്ന, മാറ്റിക്കളയുന്ന, മറച്ചു കളയുന്ന കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ പെടും. ദൈവത്തെ ഉപേക്ഷിച്ച് കളയാതെയുള്ള ശുശ്രൂഷ കൂടെ ഈ കാലുകഴുകിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് പഠിപ്പിക്കുന്നത്. നിരന്തരമായിട്ട് നമ്മൾ ഈ ബലിയർപ്പണം നടത്തണം. ഈശോ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഈ ലോകത്തിൽ ഭക്ഷിക്കുകയില്ല, ഞാനിനി ഒരു കുർബാനയും ഈ ലോകത്ത് അർപ്പിക്കുകയില്ല, എനിക്ക് അർപ്പിക്കാനൊന്നുമില്ല. ദൈവരാജ്യത്തിൽ നമ്മൾ ഒന്നിച്ച് ഭക്ഷിക്കണം. നിങ്ങൾ നിരന്തരമായിട്ട് ബലിയർപ്പിക്കണം, പാദങ്ങൾ കഴുകണം. പുണ്യവാനായ ബേസിൽ കാർഡിനൽ പറഞ്ഞു, priesthood is the permanent washing of the feet of others. മറ്റുള്ളവരുടെ
പാദങ്ങൾ നിരന്തരമായിട്ട് കഴുകുന്ന ആ ശുശ്രൂഷയാണ് പൗരോഹിത്യം. അതിലാണ് പൗരോഹിത്യം. അതിൻ്റെ ഉള്ളറകളിലാണ് പരിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായിട്ടുള്ള അർത്ഥവും. അങ്ങനെ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിവസം പരിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ വാഷിംഗ്, മാമോദീസായുടെ ഒരു പ്രസക്തി കൂടെ ഇവിടെ കൂട്ടിച്ചേർത്ത് നമ്മോട് കർത്താവ് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്കുള്ളതെല്ലാം മുറിച്ച് കൊടുക്കണം. കൂട്ടിവയ്ക്കുന്നത് കുറ്റമാണെന്ന് കർത്താവ് ഒരു ചെറുപ്പക്കാരനോട് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൂട്ടിവയ്ക്കുന്നതാണ് കുറ്റം. കയ്യിലുള്ളതെല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ഈശോ സ്വയം മുറിച്ചതുപോലെ. പണം ചക്രം എന്നായിരുന്നല്ലോ പണ്ട് കാരണവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കയ്യിൽ ചക്രം വല്ലതും ഉണ്ടോ? എന്താണ് ചക്രം? കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചേട്ടന്റെ മുറിയിൽ പെട്ടിക്കകത്ത് വെച്ച് കൂട്ടാനുള്ളതല്ല ചക്രം. ചക്രം കറങ്ങണം, മറ്റുള്ളവർക്ക് കൊടുക്കണം, അയൽപക്കത്തുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ കൂട്ടിവെക്കാതെ കുറ്റമില്ലാതെ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണമെന്നാണ് സ്വയം മുറിച്ചു കൊടുത്ത് ഈ ദിവസത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കൂട്ടിവെക്കാൻ എന്തുമാത്രം എളുപ്പമാണ്, എന്തെളുപ്പമാണ്. കർത്താവ് നിരന്തരമായിട്ട് ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഒരിക്കലൊരു സന്യാസി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി, അന്ന് 2 കള്ളന്മാരുടെ നടുവിലാണ് ഈശോ ക്രൂശിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് 2 പേര് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ക്രൂശിക്കപ്പെടുന്നതെന്ന്. നമ്മൾ രണ്ടുപേര് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ക്രൂശിക്കപ്പെടുകയാണ്. അന്ന് 2 കള്ളന്മാരുടെ നടുവിലായിരുന്നെങ്കിൽ ഇന്ന് 2 നല്ല മനുഷ്യര് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈശോ ക്രൂശിക്കപ്പെടുകയാണ്. നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്ത് ഈ പെസഹായെ ആവിഷ്കരിക്കണം. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദൈവത്തിൻ്റെ സ്വരം സ്വീകാര്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ. പേടകത്തിലേക്ക് തിരിച്ചു വന്ന പ്രാവും ഏലിയായിക്ക് അപ്പം കൊടുത്ത കാക്കയും ദാനിയേലിന് മുമ്പിൽ ഉപവസിച്ച സിംഹവും ബാലാമിനെ അനുസരണം പഠിപ്പിച്ച കഴുതയും യോനായെ സംരക്ഷിച്ച തിമിംഗലവും പത്രോസിനെ ഓർമ്മപ്പെടുത്തി കൂകിയ കോഴിയും ഈശോ സഞ്ചരിച്ച കഴുതയും എല്ലാം ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാം ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് സാധിക്കുന്നുണ്ട്. അവരോടെല്ലാം ദൈവം സമീപസ്ഥനായിട്ടാണ് ഇടപെടുന്നത്. നമുക്ക് മാത്രമാണ് ചിലപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ നിരന്തരമായിട്ട് പങ്കുചേരണം. മാളിക മുറി, മാളിക മുകള്, പരിശുദ്ധനായ അപ്രയും അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഓ മാളിക മുറിയെ, നിനക്ക് ഭാഗ്യം, കാരണം നീ കണ്ടത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്, കാണുകയുമില്ല. നമ്മുടെ കർത്താവ് സത്യബലിപീഠം ആയിത്തീർന്നു. പുരോഹിതനും അപ്പവും സൗഖ്യദായകമായ കാസയും അവൻ തന്നിൽ ഉൾക്കൊണ്ടു. ബലിപീഠവും കുഞ്ഞാടും അർപ്പിത വസ്തുവും അർപ്പിക്കുന്ന പുരോഹിതനും അർപ്പകന്റെ ഭക്ഷണവും. മാളിക മുറിയെ, നിന്നിൽ പെസഹ പുതുപുത്തനായി. അതുല്യമായ പെസഹ പുറപ്പെട്ട ഗേഹമാണ് മാളിക മുറി. ഓരോ അൾത്താരയും ഈ ചിന്തയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അർത്ഥമെന്താണെന്നും ശുശ്രൂഷയുടെ അർത്ഥമെന്താണെന്നും വിശ്വാസത്തിൻ്റെ അർത്ഥമെന്താണെന്നുമെല്ലാം തിരുവചനങ്ങളിലൂടെ നടന്ന് യാത്ര ചെയ്ത് നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യണം. നമ്മളുടെ സഭയിൽ നമ്മളിന്നും ഏറ്റവും താല്പര്യത്തോടുകൂടി വീട്ടിൽ അർപ്പിക്കുന്ന കർമ്മമാണല്ലോ അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഞാൻ പലതവണ
നിങ്ങൾക്കതേക്കുറിച്ച് അത്യാവശ്യമായ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഗൗരവതരമായിട്ട് അതേക്കുറിച്ച് എഴുതാത്തത്. ഇന്ന് സന്ധ്യയിൽ നമ്മുടെ എല്ലാ വീട്ടിലും അപ്പം മുറിക്കണം. മാതാപിതാക്കൾ പണ്ട് പറയുമായിരുന്നു, വീട്ടച്ചടക്കം എന്നൊരു കാര്യമുണ്ട്, അത് അമ്മയിൽ നിന്നാണ് പഠിക്കേണ്ടത്. നാട്ട് അച്ചടക്കം എന്ന കാര്യമുണ്ട്, അത് അപ്പനിൽ നിന്നാണ്. ദേഹ അച്ചടക്കം എന്ന കാര്യം അധ്യാപകരിൽ നിന്ന് പഠിക്കണം. ആത്മീയ അച്ചടക്കം അൾത്താരയിൽ നിന്ന് പഠിക്കണം. അതാണ് വീട്ടിലെ അച്ചടക്കം അമ്മ, നാട്ടിലെ അച്ചടക്കം, നാട്ടിലെങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പനാണ്. ദേഹ അച്ചടക്കം എങ്ങനെ ഇരിക്കണം, തലേ ചൊറിയരുത്, മൂക്കിക്കൈയിടരുത്, ഇതൊക്കെ പറഞ്ഞു തരുന്ന അധ്യാപകരാണ്. അതാണ് സ്കൂള്. ആത്മീയ അച്ചടക്കം നമ്മുടെ അൾത്താരയാണ്, നമ്മുടെ കുർബാനയാണ്. ഈ ഒരു അച്ചടക്കമാണ് മറ്റൊരു സഭയിലുമില്ലാത്ത ഈ കുടുംബ പെസഹ വഴി നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ പിരിശപ്പം ഉണ്ടാക്കുന്ന രീതി നമ്മുടെ അമ്മച്ചിമാർക്ക് അതെല്ലാം നല്ലപോലെ അറിയാം. അമ്മയുടെ മികവാണ് പെസഹായുടെ മികവ് എന്ന് പറയുന്നത്. അമ്മയാണ് അതെല്ലാം പാകം ചെയ്യുന്നത്, പ്രത്യേകിച്ച് അപ്പം എല്ലാം. അപ്പൻ്റെ മികവ് അത് വിളമ്പി മുറിച്ച് കൊടുക്കുക എന്നാണ്. നമ്മൾ ആ കർമ്മം നിസ്സാരമായിട്ട് എടുത്തു കളയരുത്. ഒരു വീട്ടിലെ വല്യപ്പൻ്റെ അപ്പൻ്റെ ചുറ്റുമിരുന്ന് എല്ലാവരും ഒരു കഷ്ണം അപ്പം വാങ്ങിക്കുമ്പോൾ അത് വലിയൊരു ഐക്യത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ സിറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് ഈ മിഡിൽ ട്രാവൻകൂറിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ശുശ്രൂഷ പെസഹാ സന്ധ്യയിൽ നമ്മൾ കാണുന്നത്. കുടുംബങ്ങളുടെ ഐക്യം നിലനിർത്താനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണിത്. അമ്മയാണ് അപ്പം പുഴുങ്ങുന്നത്, അപ്പനാണ് അപ്പം മുറിക്കുന്നത്. ചിലപ്പോഴെല്ലാം അപ്പനും പാല് തയ്യാറാക്കാൻ സഹായിക്കുന്ന പാരമ്പര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമ്മൾ അപ്പം പുഴുങ്ങാതിരിക്കുന്നതിന് കാരണം ആ മരിച്ച വ്യക്തി അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അപ്പം പുഴുങ്ങുന്നതിലോ പാല് കാച്ചുന്നതിലോ നിർണായകമായ പങ്ക് അപ്പനും അമ്മയും വഹിച്ചതുകൊണ്ട് അവരിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ ആഘോഷം അവിടെ നടത്താതെ അയൽവക്കക്കാര് കുരിശ് വെച്ച ഒരപ്പം നമുക്ക് തരും എന്ന പ്രതീക്ഷയിൽ നമ്മളിരിക്കുകയാണ്. അതാണ് ആ കർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർക്ക്, ഇതരമതസ്ഥർക്ക് കുരിശ് വയ്ക്കാത്ത അപ്പം പുഴുങ്ങി കൊടുക്കുന്ന പാരമ്പര്യവും എല്ലാം ഉണ്ട്. അത് അയൽവക്ക ബന്ധം, മനുഷ്യമൈത്രി കൂടുതലായിട്ട് അനുഭവിക്കുന്നതിനും നമ്മൾ സഹവർത്തിത്വത്തിൽ കഴിയുന്നതിനും എല്ലാം വേണ്ടിയാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈ കർമ്മം ഇത് വീട്ടിലെ കുർബാന തന്നെയാണ്. ഒരു വലിയ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള മോറൽ സ്പിരിച്വൽ ക്യാപിറ്റൽ ഇതിലുണ്ട് എന്ന്. അപ്പൻ്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം, കുടുംബ കൂട്ടായ്മ, അത് സെലിബ്രേഷനാണ്. അതിലൊരു അംശം പോലും നഷ്ടപ്പെടുത്തരുത്. കുരിശ് വെച്ച അപ്പം മറ്റാർക്കും കൊടുക്കരുത്. മറ്റപ്പങ്ങളെല്ലാം അയൽവക്കക്കാർക്കും വീട്ടിൽ വരുന്നവർക്കും എല്ലാം കൊടുക്കാം. ഒരു അക്യുമുലേറ്റഡ് സ്പിരിച്വൽ മോറൽ ക്യാപിറ്റൽ നമുക്ക് നൽകുന്നത് ഈ പെസഹ ഭക്ഷണമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പെസഹ ഭക്ഷിക്കണം. പെസഹ ഭക്ഷണത്തെക്കുറിച്ച് ഒരു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. പാലുണ്ടാക്കാൻ വേണ്ടി തേങ്ങ ഉടച്ച് തേങ്ങായുടെ വെള്ളം എടുത്ത് തേങ്ങ ചുരണ്ടി ആണ് നമ്മൾ പാലുണ്ടാക്കുന്നത്. ആദ്യകാലത്തൊക്കെ തേങ്ങ ഉടയ്ക്കുമ്പോഴുള്ള വെള്ളം മുറ്റത്തേക്ക് കളയാതെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാതെ അമ്മ അത് പുരയുടെ പുറത്തേക്ക് ഒഴിക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു. തേങ്ങ വെട്ടി ആ വെള്ളം നമ്മുടെ പുരയുടെ നിര അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. അത് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചതിൻ്റെ അടയാളമായിട്ട്, ഇതെല്ലാം യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കൂടിയാണല്ലോ, അതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു. തേങ്ങ ഉടച്ച് ആ വെള്ളം നിരയിലേക്ക് അല്ലെ പുരപ്പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അതൊരടയാളമാണ്. പുരാതനമായ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവീകരിച്ചെടുത്ത്
പുത്തൻ പെസഹയായിട്ട് നമ്മൾ കാണുമ്പോഴും ആ അംശങ്ങൾക്കെല്ലാം അർത്ഥമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണെന്നുകൂടെ നമ്മളത് മനസ്സിൽ കരുതുക. രണ്ട് വാക്കുകൾ സ്വീകരിക്കുകയാണ്. നമ്മൾ പെസഹ ദൈവരാജ്യത്തിൽ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യമാണ്. ഈശോ പറഞ്ഞല്ലോ, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. പരിശുദ്ധ പിതാവ് ലിറ്റർജിയെക്കുറിച്ച് ഈ അടുത്ത നാളിൽ ഒരു പ്രബോധനം തന്നതിൻ്റെ പേര് ഡെസിദേറിയോ ഡെസിഡെറാവി എന്നാണ്. അത്യധികം ആഗ്രഹിച്ചു എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. ഈ തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് എടുത്തതാണ്. ഡെസിദേറിയോ ഡെസിഡെറാവി, അത്യധികം ആഗ്രഹിച്ചു. എന്താണ്? ഓരോ അച്ഛനും പരിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിക്കണമെന്നാണ് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ആ ശ്ലൈഹിക പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം. അത്യധികം പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് നമ്മളുടെ കുർബാനയിൽ ശരണം വയ്ക്കാം. നമുക്കുള്ളതെല്ലാം പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. കുർബാനയാണ് ഏറ്റവും വലിയ ധനം. ആ ധനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ധന്യരാകുന്നത്. നമുക്ക് ഈ പെസഹ കർത്താവിൻ്റെ ഏറ്റവും വലിയ ദിവ്യ രഹസ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനും വീട്ടിലുള്ള എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ ആയിരിക്കുന്നതിനുമുള്ള ഒരു അവസരമാകട്ടെ. ഒരു വ്യക്തി പോലും നമ്മുടെ വീട്ടിൽ പിണക്കം മൂലം, സ്നേഹക്കുറവ് മൂലം, പരിഗണനക്കുറവ് മൂലം വിഷമിക്കുന്നതായിട്ടുണ്ടാകരുത്. ഒരു സ്ഥാപനത്തിലും, ഒരു പള്ളിയിലും, ഒരു മഠത്തിലും, ഒരു പ്രവർത്തനശാലയിലും അങ്ങനെ ഉണ്ടാകരുത്. എല്ലാവരും സ്നേഹത്തിൽ കഴിയേണ്ട അവസരമാണ്. ഓരോ ഭവനത്തിലെയും അപ്പനെ നമ്മൾ കൂടുതലായിട്ട് ആദരിക്കേണ്ട നാളുകൂടിയാണ് ഈ പെസഹ ദിനം. നമുക്ക് കർത്താവിൻ്റെ കൂടുതലായിരിക്കാം. പെസഹയുടെ ആത്മീയ ചൈതന്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം.